മസ്ജിദുൻ നബവിയുടെ വിശാലമായ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിൽ ഞങ്ങളുടെ വാഹനം പാർക്ക് ചെയ്തു. മദീനയിലേക്ക് ഒഴുകിയെത്തുന്ന തീർത്ഥാടക ലക്ഷങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനും അംഗശുചീകരണത്തിനും വേണ്ടി ഇതുപോലുള്ള 4 നിലകളാണ് മസ്ജിദിന് താഴെയായി പണിതിരിക്കുന്നത്. തുടർന്ന് ളുഹർ നമസ്കാരത്തിനായി ഞങ്ങൾ പ്രവാചകന്റെ പള്ളിയിലേക്ക് നീങ്ങി. തീർത്ഥാടകർക്ക് തണലേകാൻ വേണ്ടി പള്ളിയുടെ മുറ്റത്ത് കുടകളെല്ലാം വിടർന്നു നിൽക്കുന്നു. ഒരു നേരത്തെ നിസ്കാരത്തിന് സാധാരണ പള്ളികളെക്കാൾ 1000 ഇരട്ടിയാണ് മസ്ജിദുൻ നബവിയിൽ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമസ്കാരശേഷം ജന്നത്തുൽ ബഖീ ലക്ഷ്യമാക്കി നീങ്ങിയ മയ്യത്തുകളെ ഞങ്ങളും അനുഗമിച്ചു. ഓരോ വക്ത് നമസ്കാരത്തിനും ഇങ്ങനെയുള്ള ധാരാളം മയ്യത്തുകൾക്ക് ദിവസവും ഇവിടെ ജനാസ നമസ്കാരം സംഘടിപ്പിക്കപ്പെടുന്നു. തുടർന്ന് ഞങ്ങൾ പോയത് ഉഹദ് യുദ്ധക്കളത്തിലേക്കായിരുന്നു. തീർത്ഥാടകരെ ലക്ഷ്യമിട്ട് ഉപജീവനം നടത്തുന്ന വഴിവാണിഭക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഉഹദ് പോർക്കളം. മതിൽക്കെട്ടിനകത്ത് സുഖനിദ്രയിലാണ് രക്തസാക്ഷികളുടെ നായകൻ ഹസ്രത്ത് ഹംസ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തോടൊപ്പം ഉഹദിൽ ഷഹീദായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറും ഞങ്ങൾ സന്ദർശിച്ചു. മയ്യത്ത് മറവ് ചെയ്യാൻ തുണി തികയാതെ വന്നപ്പോൾ പുല്ലുകൊണ്ട് കഫൻ പൂർത്തിയാക്കിയായിരുന്നു മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറടക്കം നിർവഹിച്ചത്. ഖബർ സിയാറത്ത് ഖബറാളികളെ വിളിച്ച് പ്രാർത്ഥിക്കാനല്ല, മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അതോടൊപ്പം അത് നമ്മുടെ ബർസഖിയായ ജീവിതത്തെ ഓർമ്മപ്പെടുത്താനുമുള്ളതാണെന്ന പ്രവാചക വചനങ്ങളും ഖുർആനിക സൂക്തങ്ങളും പ്രധാനപ്പെട്ട 8 ഭാഷകളിൽ ചുമരിൽ ഉല്ലേഖനം ചെയ്തിരിക്കുന്നു. ഉഹദ് സന്ദർശനത്തിനു ശേഷം ഖന്തഖും മസ്ജിദ് ഖിബ്ലത്തൈനും ഒരു മിന്നൽ സന്ദർശനവും നടത്തി ഞങ്ങൾ മസ്ജിദ് ഖുബാ ലക്ഷ്യമാക്കി നീങ്ങി. തഖ്വയിൽ തീർത്ത പള്ളി എന്ന വിശുദ്ധ ഖുർആനിൽ പ്രകീർത്തിച്ച മസ്ജിദ് ഖുബായിൽ 2 റക്അത്ത് നമസ്കരിച്ചാൽ ഒരു ഉംറയുടെ പ്രതിഫലമുണ്ടെന്ന പ്രവാചകാധ്യാപനം ഞങ്ങൾക്ക് ആവേശം പകർന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത പ്രവാചകരെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെയും വിശുദ്ധ അൻസാറുകൾ സ്വീകരിച്ചത് ഈ ഖുബാ പരിസരത്ത് വെച്ചായിരുന്നു. ഏകദേശം ഇന്ന് 25,000-ഓളം പേർക്ക് നിസ്കരിക്കാൻ പാകത്തിൽ വളരെ വിശാലമാണ് മസ്ജിദ് ഖുബായുടെ അകത്തളം. മസ്ജിദുൻ നബവിയിൽ അസർ നമസ്കാരത്തിനു ശേഷം 10,000-കണക്കിന് സ്വഹാബാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ജന്നത്തുൽ ബഖീയിലേക്ക് ഞങ്ങൾ നീങ്ങി. ബഖീഇന്റെ കവാടം തുറന്നയുടനെ വലതുവശത്ത് പ്രവാചകപുത്രി ഹസ്രത്ത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ഖബറിടം. ഉഹദിലെ പോലെ തന്നെ ഇവിടെയും ഖബർ സന്ദർശന ലക്ഷ്യം എഴുതി വച്ചിരിക്കുന്നു. ഇത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുത്രിമാരായ സൈനബ, റുഖിയ, ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹുമ എന്നിവരുടെ ഖബറുകളാണ്. ഖബറുകൾക്കടുത്ത് വെച്ച് കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ ശ്രമിച്ച ചിലരെ മതകാര്യ പോലീസുകാർ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതും ഞങ്ങൾ ശ്രദ്ധിച്ചു. ഇത് സജ്ജനങ്ങളുടെ മാതാക്കളായ ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ അടക്കമുള്ള 9 പ്രവാചക പത്നിമാരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്. ഉയർത്തെഴുന്നേൽപ്പ് നാളും പ്രതീക്ഷിച്ച് 10,000-കണക്കിന് സ്വഹാബാക്കളാണ് ഈ വിശുദ്ധ ബഖീയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഖബറുകളെല്ലാം 2 കല്ലുകൾ കൊണ്ട് മാത്രം അടയാളപ്പെടുത്തിയിരിക്കുന്നു. തീർത്ഥാടകർ ഇട്ടുകൊടുക്കുന്ന അരിമണികൾ കൊത്തിയെടുക്കാനായി പ്രാവുകൾ മത്സരിക്കുന്നു. ഇത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 3ാം ഖലീഫയായിരുന്ന ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിടം. ഇതാകട്ടെ അനാഥനായിരുന്ന പ്രവാചകനെ മുലയൂട്ടിയ പോറ്റുമ്മ ഹലീമ ബീവിയുടേതാണ്. ദേശഭാഷാ വർണ്ണഭേദമന്യേ ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് തീർത്ഥാടക ലക്ഷങ്ങളുടെ അനുസ്യൂതമായ പ്രവാഹമാണ് മദീനയിലേക്ക് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഇന്ന് മദീനയിലും പരിസര പ്രദേശങ്ങളിലും മരണപ്പെടുന്നവരുടെ ഖബറുകളും ഈ വിശാലമായ ഖബറിസ്ഥാനിൽ തന്നെയാണ് മറവ് ചെയ്യപ്പെടുന്നത്.